ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുക്കിംഗ് വ്ളോഗാണ് ഗൈസ്. ഞാനിവിടെ ഡിന്നർ പ്രിപ്പയർ ചെയ്യുമായിരുന്നു. അപ്പോൾ ലോങ് വീഡിയോസ് ഇട്ടിട്ടും പിന്നെ കുക്കിംഗ് വീഡിയോ ഇട്ടിട്ടും കുറേ നാളായി. ഞാൻ അങ്ങനെ കുറേ റെഫറൻസ് ഒക്കെ നോക്കി. ഇവിടെ പനീർ ഉണ്ടായിരുന്നു. സോ പനീർ ബട്ടർ മസാല സ്വിച്ച് ചെയ്ത് ഞാനത് പനീർ മസാല കറിയിലേക്ക് ആക്കിയിട്ടുണ്ട്. കാരണം ഒത്തിരി ഹെവി ആയിട്ട് ഉണ്ടാക്കണ്ട, സിമ്പിളായിട്ട് ഓവർ സ്പൈസി അല്ലാത്ത രീതിയിലുള്ളൊരു ഡിഷ് ഉണ്ടാക്കാൻ ഓർത്തു. ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത്. എനിക്ക് ഒരു പ്രതീക്ഷയില്ല എങ്ങനെയാവുമെന്ന്. കാരണം ഇതെൻ്റെ ഫസ്റ്റ് എക്സ്പെരിമെൻ്റ് ആണ്. ആ രീതിയിൽ ഈ വീഡിയോനെ കാണുക. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് ടൈം ഈ കറി ഉണ്ടാക്കുമ്പോൾ ഞാനത് മോഡിഫൈ ചെയ്ത് സെറ്റാക്കി ഉണ്ടാക്കുന്നതായിരിക്കും. സോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ ഗൈസ്. ലെറ്റ്സ് ഗോ ഗൈസ്. അപ്പം ഫസ്റ്റ് ഇൻഗ്രീഡിയൻസ് ഞാൻ കാണിച്ചു തരാം. ഇത് ഞാൻ ചോപ്പ് ചെയ്ത ഓണിയൻസും ഗാർലിക്കും ജിഞ്ചറാണ് ഉള്ളത്. പിന്നെ ഇത് ടൊമാറ്റോ പ്യൂരിയാണ്. വെള്ളം നമ്മൾ ചേർക്കത്തില്ല, കാരണം വെള്ളം ചേർക്കാതാണ് ഇത് അടിക്കേണ്ടത്. അപ്പോൾ വെള്ളം ചേർക്കാതെ ടൊമാറ്റോ പ്യൂരി ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ പനീർ ക്യൂബായിട്ട് തന്നെ, അതുകൊണ്ട് കട്ട് ചെയ്യേണ്ട വന്നില്ല. പനീർ ക്യൂബ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇത് ഇത്രയാണ് വേണ്ട ഇൻഗ്രീഡിയൻസ്. പിന്നെ ഉള്ളത് ഓയിൽ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇവിടെ കോമൺ ആണ്. അപ്പം നമുക്ക് തുടങ്ങിയാലോ ഗൈസ്. സ്റ്റൗ ഓൺ ചെയ്യും. ഓയിൽ എടുത്തിട്ടുണ്ട്. കോക്കനട്ട് ഓയിലാണ് എടുത്തിരിക്കുന്നത്. പാൻ ചൂടാക്കി കഴിഞ്ഞിട്ട് നമുക്ക് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. മസ്റ്റാർഡൊക്കെ വേണമെങ്കിൽ ചെയ്താൽ മതി. മസ്റ്റാർഡ് ആഡ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ഈ സ്പൈസസ് ആഡ് ചെയ്യുന്നുണ്ട് ഗൈസ്. സ്പൈസസ് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഫസ്റ്റ് ഓയിൽ ഒഴിക്കണം. പിന്നെ ഇതിൽ നിന്ന് ഗ്രാമ്പൂ, പിന്നെന്താ ഗ്രാമ്പൂ മാത്രം ഇട്ടാൽ മതി. ഗ്രാമ്പൂ സിനമണും. ഗൈസ്, പാൻ ചൂടായിട്ടുണ്ട്. ഓയിൽ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഓയിൽ വെച്ചിട്ടുണ്ട്. ഓയിലും കൂടെ ചെറുതായിട്ട് ചൂടാക്കി കഴിയുമ്പോൾ നമുക്ക് ഒണിയൻസും ജിഞ്ചറും ഗാർലിക്കും ഇട്ട് കൊടുക്കാം. സാധാരണ ഞാൻ ഒന്നിച്ചല്ല ഇടണ്ട, പക്ഷെ ഇപ്പം ഞാൻ വിചാരിച്ചു ഒന്നിച്ചിട്ട് കൊടുക്കാം. വേറെ സാധനം ആഡ് ചെയ്യുന്നുണ്ട് ഗൈസ്, ഞാൻ പറഞ്ഞുതരാം. യോഗട്ട് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. ഞാനൊരു ഇതിൽ നോക്കിയപ്പോൾ അതിൽ കേർഡാണ് ആഡ് ചെയ്യുന്നത്. അത് ഞാൻ മാറ്റിയിട്ട് ഞാൻ ഓർത്തു യോഗട്ട് ആഡ് ചെയ്യാം. ഗ്രാമ്പൂ ഇടാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇത് 4 ഗ്രാമ്പൂ ഇട്ടിട്ടുണ്ട്. പിന്നെ സിനമൺ സ്റ്റിക്ക് അതും ഒരു ഇച്ചിരി ഒടിച്ചിട്ട് ഇട്ടിട്ടുണ്ട്. മതി, കുറച്ച് ഒരുപാടുണ്ടാക്കി വെക്കുന്നില്ല. അപ്പം അതൊന്ന് ചൂടായിട്ട് നമുക്ക് then you can put onion, garlic, ginger. നമ്മൾ ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, അതൊന്ന് ജസ്റ്റ് ഒന്ന് ഒരു ബ്രൗൺ ഷെയ്ഡ് വരുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഉപ്പ് ഞാൻ ആഡ് ചെയ്തില്ല, അപ്പോൾ നമുക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് ലാസ്റ്റ് നമുക്ക് നോക്കിയിട്ട് എങ്ങനെയാണ് നോക്കിയിട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇല്ലെങ്കിൽ വെറുതെ കൂടിപ്പോയാൽ എന്ത് ചെയ്യും. ഇനി എൻ്റെ ഒരു മസാല ഉണ്ടാക്കാൻ പോവാണ്. ഇത് യോഗട്ടാണ് ഇടുന്നത്. കേർഡിന് പകരം നമ്മൾ യോഗട്ട് യൂസ് ചെയ്യുന്നു. കുറച്ച് യോഗട്ട് ഇട്ടു, ടർമറിക് ഇട്ടു, ചില്ലി പൗഡർ കുറച്ചിട്ടു, കൊറിയാൻഡർ പൗഡറും ഇട്ടു. ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കുറച്ച് നമ്മൾ വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്യാം. നമ്മൾ വെള്ളം ആഡ് ചെയ്യണം.
വെള്ളം ഒഴിച്ചു കൊടുത്തു മിക്സ് ചെയ്തെടുക്കാം. നല്ല പേസ്റ്റ് പോലെ ആക്കിയെടുക്കണം. കുറച്ച് കട്ട എടുക്കുന്നുണ്ട്, നമുക്കൊന്ന് മാറ്റിയെടുക്കാം. ഒരു ചെറിയ പ്രശ്നമുണ്ടായി. കുറച്ചൊന്ന് സവാള ബ്രൗൺ അല്ല, കുറച്ചും കൂടി അങ്ങ് ബ്രൗൺ കളറായിപ്പോയി. ഇത്തിരി പാളിപ്പോയി. സാരമില്ല, നമുക്ക് റെഡിയാക്കാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഇനി ടൊമാറ്റോ പ്യൂരി ഒഴിച്ചു കൊടുക്കാം. കാണിച്ചു തരാം ഗൈസ്, ഇതൊരു പായസം പോലെ ആയിപ്പോയി. ടൊമാറ്റോ പ്യൂരി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് ചെറുതായിട്ട് തിളച്ച് വരുമ്പോൾ പനീറും ഇട്ട് കൊടുക്കാം. ഈ മസാല ഒഴിച്ചു കൊടുക്കാം. ഇത് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ വരുന്ന വേറെന്തോ ഒരു ടൈപ്പാണിത്. അങ്ങനെയുള്ള ഒരു പേജിൽ നിന്ന് നോക്കിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അതുകൊണ്ട് എങ്ങനെയാണെന്ന് അറിയത്തില്ല ഗൈസ്. നോക്കാം, ഇങ്ങനെയൊക്കെയല്ലേ പഠിക്കുന്നത് ഗൈസ്. അത് ചൂടാവട്ടെ. ശരിക്കും ഇതിങ്ങനായി ഗൈസ്. കുറച്ച് സവാളയൊക്കെ കരിഞ്ഞു പോയിട്ടുണ്ട്. തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് പനീർ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ആദ്യം വിചാരിച്ച് പനീർ കുറച്ചൊന്ന് നെയ്യിൽ അല്ലെങ്കിൽ ബട്ടറിൽ ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തിട്ടെടുത്ത് ചെയ്യാമെന്ന് ഓർത്തതാണ്. പക്ഷെ ഞാൻ ആ കണ്ട വീഡിയോയിൽ അത് ചെയ്യുന്നില്ല. അത് ഇങ്ങനെ ഉണ്ടാക്കാം. ഫസ്റ്റ് അറ്റംപ്റ്റ് അല്ലേ, ഒരുപാട് നമ്മൾ ചെയ്തിട്ട് കുളമായിപ്പോയി. ഇപ്പം തന്നെ കുറച്ച് ഓണിയൻസൊക്കെ ഫ്രൈ ആയിട്ടുണ്ട്. ഇത് ഒരുപാട് ലൂസായിട്ട് നമ്മൾ ചെയ്യുന്നില്ല, കുറച്ച് തിക്കായിട്ട് ഇരിക്കുന്ന രീതിയിലാണ് ചെയ്യുന്നത്. അറിയില്ല ഗൈസ്, എന്തെങ്കിലുമൊക്കെ ഇതുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞാൻ നെക്സ്റ്റ് ടൈം ഇത് ഉണ്ടാക്കുവാണെങ്കിൽ ഞാനത് എന്തായാലും ഉണ്ടാക്കും. അടുത്ത തവണ നമുക്ക് ബട്ടർ മസാല ഉണ്ടാക്കി നോക്കാം, പനീർ ബട്ടർ മസാല. ഇനി ഇപ്പം അതൊന്ന് ജസ്റ്റ് തിളച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ മസാലയും കൂടെ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് കുറച്ച് കൊറിയാൻഡർ ലീഫും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. കാരണം നമ്മളൊരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലാണ് ഉണ്ടാക്കുന്നത്. അപ്പം കറി ലീഫ് ഇട്ട് കഴിയുമ്പോൾ നാടനായിട്ട് നമുക്ക് നോർത്ത് ഇന്ത്യൻ രീതിയിലായതുകൊണ്ട് കൊറിയാൻഡർ ലീഫ് ഇട്ട് കൊടുക്കും. കൊറിയാൻഡർ ലീഫ് എടുത്തിട്ട് കുറച്ചിട്ടാൽ മതി. ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ചൊവയും കൂടെ ഉണ്ടാവും. ഉപ്പ് ചെക്ക് ചെയ്തിട്ട് ഉപ്പും കൂടി നോക്കി. ഒരു സാധനം നമ്മൾ മറന്നു പോയിട്ടുണ്ട്, മസാലപ്പൊടി ഇട്ടിട്ടില്ല. കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്യാനുണ്ട്. എനിക്ക് വലുതായിട്ട് അറിയാത്തതും ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന ഡിഷായതുകൊണ്ട് കുറച്ച് പേടിയുണ്ട് ഗൈസ്. കറി സെറ്റായിട്ടുണ്ട് ഗൈസ്. ഇങ്ങനെയാണ് ശരിക്കും ഞാൻ ആ വീഡിയോയിൽ കണ്ടത്. ആ രീതിയിലായിട്ടുണ്ട്. ലാസ്റ്റ് കുറച്ച് മസാല ഇടാനുണ്ടായിരുന്നു, ഗരം മസാല. അതും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സോ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടിയാൽ മതി. കാരണം ഒരുപാട് നമ്മൾ ലൂസാക്കിയും ഫ്രൈ ആക്കി എടുക്കുന്നില്ല. പിന്നെ ഓവർ സ്പൈസിനെസ് ഇല്ല. ഞാൻ സോൾട്ടും സ്പൈസി ആണോ എന്നും ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. രണ്ടും കുഴപ്പമില്ല, സെറ്റാണ് ഗൈസ്. ഞാൻ ചപ്പാത്തിയും റെഡിയാക്കി, നമ്മുടെ കറിയും റെഡി ആയിട്ടുണ്ട്. സാധനം മാറ്റിയിട്ടുണ്ടായിരുന്നു, ചില്ലി ആഡ് ചെയ്തിട്ടില്ലായിരുന്നു. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ സ്കിപ്പ് ചെയ്തു. ഒന്ന് റീപ്ലേസ് ചെയ്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പം എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് നിങ്ങൾക്കും കമൻറ്റ് ചെയ്ത് പറഞ്ഞു തരാം. നെക്സ്റ്റ് ടൈം ആ രീതിയിൽ ഞാൻ ഉണ്ടാക്കാൻ ട്രൈ ചെയ്യാം. ഓക്കെ ഗേസ്, ഞാൻ നല്ല രീതിയിൽ ഗാർണിഷൊക്കെ ചെയ്ത് ചപ്പാത്തി ചുട്ട് രണ്ടും സെറ്റ് ചെയ്തു. ഗൈസ്, ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക്സ് കമൻറ്റ് ചെയ്യുക. അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് DM ചെയ്താലും മതി. കുറച്ചൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇടാൻ മറന്നുപോയതൊക്കെ ഞാൻ ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇൻഗ്രീഡിയൻസ് ഞാൻ കമൻറ്റിൽ പിൻ ചെയ്തേക്കും. ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നല്ലതാണെങ്കിൽ അതറിയിക്കുക. എന്തെങ്കിലും ഞാൻ ഇതിൽ മോഡിഫൈ ചെയ്യുകയാണെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. അപ്പോൾ hope you guys all are enjoying my video. Thanks for watching. Bye bye.